ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ ശീലമാക്കേണ്ട ഒരു 3 കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ജീവിതം വിജയിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷകരമായി തന്നെ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജസ്റ്റ് അത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഉദ്ദേശിച്ചത്, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ തള്ളുകയല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഥവാ ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവർ പറയുന്നേക്കും അതെടുത്തിട്ട് ജോലി സാധ്യത ഒന്നുമില്ല, ഒന്നും കിട്ടൂല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇതാക്കും. അങ്ങനെ സമയത്ത് അവരെന്ത് ചെയ്യും, ആ കോഴ്സ് വേണ്ടാത്ത പോലെയാക്കും. മതി, എനിക്ക് താല്പര്യമുണ്ട് എന്നാലും എനിക്ക് അവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ പോലെ, എനിക്ക് ആ കോഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അങ്ങനെ വേണ്ടാത്തതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ അത് നമുക്ക് അതിനെതിരായിട്ടതൊക്കെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കത് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, തെറ്റല്ലാത്ത നല്ല ഹലാലായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അത് എങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് അത് മാറ്റണം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ എന്ത് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണം. അതല്ലാതെ ഒരു കാര്യമില്ലാതെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് പകുതി എന്തെങ്കിലും കിട്ടും, ആശ്വാസവും കിട്ടും, അതുപോലെ തന്നെ പകുതി മുന്നോട്ട് പോകാനുള്ളൊരിതും കിട്ടും. പിന്നെ അടുത്ത ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പക്ഷേ ശരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഒരു ആൾ നല്ലൊരു വസ്ത്രം ഇട്ട് വന്നു, നല്ല അടിപൊളി ഡ്രസ്സ്, നല്ല കളർ, അവർക്ക് നല്ല ചേരുന്ന ഡ്രസ്സ് ഇട്ട് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ കഴിയണം, എടാ ഈ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, നിനക്ക് നല്ല ചേരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അല്ലാതെ നമ്മുടെ മനസ്സിൽ കുശുമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയല്ല. നമുക്ക് ആര് എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം, അല്ലെങ്കിൽ അതിന് നമുക്ക് നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയണം. ഇനിയിപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യം മാത്രമല്ല, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് എന്ത് ചെയ്യരുത്, ഒരു അസൂയ, കുശുമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഫുൾ പോസിറ്റീവായിട്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ വിജയിക്കാൻ അതൊരു കാരണമായി തീരും കേട്ടോ. പിന്നെ അടുത്ത ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ജീവിതത്തിൽ എത്ര ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയാലും അത് ചിലപ്പോൾ എല്ലാ ദിവസവും ഒരേപോലെ നടന്നോളുന്നില്ല. ഒരു ദിവസമൊക്കെ ഒരു സാധാരണ നോർമൽ ഡേ ആണെങ്കിലൊക്കെ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ എങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് അപൂർവ ദിവസങ്ങളിൽ അങ്ങനെ നടക്കൂല. അപൂർവ ദിവസങ്ങളിലല്ല, അധിക ദിവസങ്ങളിൽ എന്ത് ചെയ്യില്ല, അങ്ങനെ നടക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങൾ അങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ശീലമാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അല്ലാതെ ഒരു ദിവസം രാവിലെ തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പോൾ കിടന്നുറങ്ങുക, തോന്നുമ്പോൾ തിന്നുക, തോന്നുമ്പോൾ കുടിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ചിട്ടയില്ലാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ചിട്ട ഉണ്ടാവണം, ഒരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഈ കാര്യം, 7 മണി മുതൽ 7:15 വരെ അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ചിലപ്പോൾ നമുക്ക് സാധ്യമാവില്ല. നമ്മൾ എന്നാലും എനിക്ക് രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് കുളിച്ച് മാറ്റി പോകണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ജോലിക്ക് പോകണം, ഇത്ര സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഒരു ചിട്ടയും ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാവണം. നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നുള്ളത്. അതായത് തോന്നുന്ന പോലെ ജീവിക്കാതെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകണം. അതെന്ന് വെച്ചിട്ട് ഒരു എൻജോയ്മെൻറ്റും ഇല്ലാത്ത ജീവിക്കുക എന്നുള്ളതിൻ്റെ യാതൊരു അർത്ഥവും ഇല്ല കേട്ടോ. എൻജോയ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തന്നെ ഒരു സമയബോധം, ഒരു കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ചിട്ടയും കാര്യങ്ങളും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട്, നല്ലതാണെങ്കിൽ നല്ലത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കണം. മറ്റുള്ളവർ കളിയാക്കലും എതിർപ്പൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക, ജീവിതത്തിലെ റൂളുകളാക്കി മാറ്റുക. ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.